പ്രിയപ്പെട്ട പുണർദ നക്ഷത്രക്കാരി, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. 2025 വർഷം പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലങ്ങൾ ഏറിയ വർഷമായി തന്നെ കണക്കാക്കാവുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നതിന് ഈ വർഷം അവസരം വന്നു ചേരുന്നതാണ്. പുതിയ വാഹനം, പുതിയ സ്ഥലം എന്നിവ വാങ്ങുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവന്നു ചേരുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതിയ വീട് നിർമ്മിക്കുന്നതിനുമുള്ള അവസരവും ഈ വർഷം കൈവരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും ഉപരിപഠനത്തിനുമുള്ള അവസരം ഈ വർഷം കൈവന്നു ചേരുന്നതാണ്. മത്സര പരീക്ഷകൾക്കും മറ്റും വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യമാണുള്ളത്. പുതിയ ബിസിനസ്, പുതിയ തൊഴിൽ മുതലായവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കൈവന്നു ചേരുന്നതാണ്. വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന വിവാഹ കാര്യങ്ങൾക്ക് ഈ കൊല്ലം ഒരു തീരുമാനമുണ്ടാകുന്നതാണ്. വിവാഹം വളരെ കാലമായി വൈകിയവർക്ക് ഈ കൊല്ലം മംഗല്യ സാധ്യത കാണുന്നുണ്ട്. പങ്കാളികൾ തമ്മിലുള്ള സ്നേഹവും ഇഴയടുപ്പവും വർദ്ധിക്കുന്നതാണ്. വിനോദയാത്രകൾ പോകുന്നതിനും പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനുമുള്ള അവസരം ഈ വർഷം കൈവരുന്നതാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അശ്രദ്ധമായും അമിതവേഗത്തിലും വാഹനമോടിക്കുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കാം. സന്ധ്യ കഴിഞ്ഞുള്ള വാഹനയാത്രയിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്. തെറ്റായ കൂട്ടുകെട്ടുകളും കൂട്ടു ബിസിനസ്സുകളും മൂലം ധനനഷ്ടം ഉണ്ടായേക്കാം. എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ മൂലം നേരെ ചൊവ്വേ നടക്കേണ്ടിയിരുന്ന പല കാര്യങ്ങൾക്കും അനാവശ്യമായ തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം. മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം തൊഴിൽ രംഗത്ത് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ദീർഘകാലമായി അകന്നിരുന്നവരെ കണ്ടുമുട്ടുന്നതിനും അവരുമായി പരിചയം പുതുക്കുന്നതിനുമുള്ള അവസരം ഈ വർഷം കൈവന്നു ചേർന്നേക്കാം. കൃഷി, കന്നുകാലി വളർത്തൽ മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ രീതിയിലുള്ള ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. നാൽക്കാലികളുടെ ആക്രമണത്തിന് സാധ്യത കാണുന്നതിനാൽ അവയുമായി ബന്ധപ്പെടുന്നവർ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ്. കലാസാഹിത്യ രംഗങ്ങൾ, സിനിമാ മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കൈവന്നു ചേരുന്നതാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അവസരമുണ്ടായി വരുന്നതാണ്. അപ്പോൾ പുണർദ നക്ഷത്രക്കാരെ, 2025 വർഷത്തെ നിങ്ങളുടെ വാർഷിക ഫലം ഇവയൊക്കെയാണ്. ഇവയിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. ഗുണഫലങ്ങൾ സർവേശ്വരന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം, പാൽപായസം എന്നിവ കഴിപ്പിക്കുന്നതും ശാസ്താവിന് നീലപുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന സമർപ്പിക്കുന്നതും നീരാഞ്ജനം കഴിപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക് എന്നിവ കഴിപ്പിക്കുന്നതും പുണ്യകരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.